ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ തമ്പനയിൽ കണ്ട പോലെ തന്നെ നമ്മളെല്ലാവരും കൂടി ഒന്ന് പറശ്ശിനിക്കടവിലേക്കാണ് പോകുന്നത്. അപ്പോൾ എൻ്റെ വീട്ടിലെ ഏച്ചൂരേക്ക് അച്ഛൻ കൂട്ടാൻ വന്നതാണ് കേട്ടോ. അച്ഛൻ ഓട്ടോ ഡ്രൈവറാണ്. അപ്പോൾ അമ്മയുടെ കൂടെ ഏച്ചിയുണ്ട്, ഏച്ചീൻ്റെ മോനും ഉണ്ട്, പിന്നെ ഇതാ എൻ്റെ മോളും ഉണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി അങ്ങനെ യാത്ര തുടങ്ങിയിട്ടുണ്ട്. പിന്നെ എനിക്ക് ഈ വീഡിയോയിൽ ഇങ്ങനെ സംസാരിക്കാൻ ഭയങ്കര മടിയായതുകൊണ്ട് തന്നെ കേട്ടോ ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്കുന്ന് അവർ ചായ കുടിച്ചിട്ടുണ്ടായില്ല, നമ്മൾ വീട്ടിൽ നിന്ന് ചായ കുടിച്ചിട്ടാണ് പോയത്. അപ്പോൾ ചായ കുടിക്കാൻ വന്നിട്ട് അങ്ങനെ കയറിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഏകദേശം അവിടെ എത്താനായിട്ടുണ്ട്. ഈ ഒരു സ്ഥലത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ പറശ്ശിനിക്കടവിൻ്റെ ആ മേൽഭാഗം ഇവിടുന്ന് കാണാൻ പറ്റും കേട്ടോ. ഈ വീഡിയോയിൽ കാണാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മളിത് അവിടത്തേക്ക് എത്തിയിട്ടുണ്ട്. സ്റ്റെപ്പ് ഇറങ്ങിയിട്ടാണ് പോകുന്നത്. പിന്നെ അതിൻ്റെ മുമ്പിൽ വണ്ടി വെച്ചിട്ട് അതിലേയും കയറാൻ പറ്റും. പക്ഷെ നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് പോകാമെന്ന് വെച്ചിട്ട് അതിലാട്ടോ പോയിട്ടുണ്ടായ. വലിയ തിരക്കൊന്നും ഉണ്ടായിട്ടില്ല, ലീവുള്ള ദിവസമൊന്നും അല്ലാത്തതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നും കാര്യമായിട്ടില്ല. പിന്നെ നമ്മളവിടെ എത്തിയിട്ടുണ്ട്. ഓരോ ഷോപ്പിൽ നോക്കിയിട്ട് നടക്കലാണ്. അപ്പം എൻ്റെ കൂടെയുള്ള ഏച്ചിയാണ്. അങ്ങനെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. പിന്നെ കാല് കഴുകാനൊക്കെ ഇട്ട് ഉള്ളിൽ ക്യാമറയൊന്നും അലൗഡ് അല്ലാത്തതുകൊണ്ട് തന്നെ അവിടുന്ന് വീഡിയോസൊന്നും കാര്യമായിട്ട് എടുത്തിട്ടില്ല. അപ്പോൾ ചെരുപ്പെല്ലാം അഴിച്ച് വെച്ചിട്ട് നമ്മൾ അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് പുറത്ത് വന്നു. പിന്നെ നേരെ ഫുഡ്, അപ്പോഴത്തേക്ക് ഉച്ചയായിട്ടുണ്ടായിരുന്നു ഏകദേശം. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ബാക്കി പരിപാടി നോക്കാമെന്നാണ് വിചാരിച്ചത്. നമ്മൾ കയറി വരുമ്പോൾ അവിടുന്ന് ചായ കുടിച്ചിട്ടില്ല കേട്ടോ. ചായയും പ്രസാദവും ഉണ്ടാവും, അത് നമ്മൾ കുടിച്ചിട്ടില്ലേനും. അത് പിന്നെ അവിടെ തിരക്ക് കാരണം പിന്നെ വരാമെന്ന് വെച്ചു, കുട്ടികളെല്ലാം ഉള്ളത് കൊണ്ട്. വലിയ ക്യൂ ആണെങ്കിലും കാണുമ്പോൾ വലിയ ക്യൂ ആണ്. പക്ഷേങ്കിൽ നമ്മൾ നിന്നോടുക്കുമ്പോൾ വേഗം ആൾ കഴിഞ്ഞിട്ടുണ്ടേന്. അതുകൊണ്ട് വേഗം തന്നെ ചോറ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ചോറ് വാങ്ങിച്ച് വെള്ളം എടുത്തിട്ട് ഒരു സ്ഥലത്ത് കഴിക്കാനിരുന്നേ. വലിയ തിരക്കൊന്നുമില്ല, അതുകൊണ്ട് തന്നെ ഇരിക്കാനുള്ള വേഗം സീറ്റ് കിട്ടിയിട്ടുണ്ട്. നമ്മളെല്ലാവരും കഴിച്ചിട്ട് വരുമ്പോഴത്തേക്ക് അച്ഛൻ കഴിച്ചിട്ട് വേഗം പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. അമ്മേൻ്റെ ബാഗെല്ലാം പിടിച്ചിട്ടുണ്ട് നിന്നിട്ട്, പാവം. പിന്നെ അവിടെ കുറച്ച് ബുക്ക് കണ്ടേ. അപ്പോൾ അവിടെ ഏതെങ്കിലും പറ്റിയ ബുക്കുണ്ടോ എന്നെല്ലാം നോക്കാൻ പോയി. പിന്നെ പിള്ളേർ ഭയങ്കര ദേഷ്യത്തിലേനു, അവർക്ക് കളിക്കേണ്ട സാധനമൊന്നും വാങ്ങിച്ചു കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് രണ്ടാളും ഇടംതിരിഞ്ഞ് നിൽക്കലേനു. അപ്പോൾ നമ്മളെ കൂടിയൊന്നും വന്നിട്ടില്ല. അവിടെയെല്ലാം ഭയങ്കര പൈസയായിരിക്കും, എല്ലാ സാധനത്തിനും കുറച്ച് കൂടുതൽ റേറ്റ് ആയിട്ടാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഇത് ഈ ഒരു രാമായണം അത് പൂജാമുറിയിൽ വെച്ചാൽ, അപ്പോൾ ഇതാണോ അതോ വേറെ ഏതാണോ വെക്കേണ്ടത് അതെല്ലാം ഒന്ന് അന്വേഷിച്ചിട്ട് കറക്റ്റായിട്ട് വാങ്ങിക്കാമെന്ന് ചോദിച്ചത്. അപ്പോൾ നമ്മളിതൊന്ന് നോക്കലാന്ന്. പിന്നെ അത് എടുത്തിട്ടില്ല കേട്ടോ. നമ്മളൊന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് ഏതാ വെക്കേണ്ടതെന്നെല്ലാം അറിഞ്ഞിട്ട് വെക്കാമെന്ന് ചോദിച്ചു. അങ്ങനെ അതും വെച്ചിട്ട് നമ്മൾ നേരെ പാലത്തിലേക്ക് പോയത്. ബോട്ടിൽ കയറാമെന്ന് പറഞ്ഞാൽ പോയത്. പക്ഷേങ്കിൽ എൻ്റെ മോൾക്ക് പേടി കാരണം നമ്മൾ കയറിയിട്ടില്ല. ബോട്ടിൽ നിന്ന് മറിയും മുങ്ങിപ്പോകും എന്നെല്ലാം പറഞ്ഞുകൊണ്ട് നമ്മൾ കയറിയിട്ടില്ല കേട്ടോ. പിന്നെ അവിടെ ഫോട്ടോ എടുക്കുന്ന ഒരു ഷോപ്പുണ്ട്, അവിടെ നിന്ന് തന്നെ ഫ്രെയിം ചെയ്തിട്ട് അടിപൊളിയാക്കിയിട്ട് തരും. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഒരു ഫോട്ടോ എല്ലാം എടുത്തു, ഒരു ഫാമിലി ഫോട്ടോ എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫോട്ടോ ഞാൻ പിന്നെ കാണിക്കട്ടെ, വേറൊരു ഷോർട്സിലെടുത്ത് ഞാൻ കാണിക്കാം. അപ്പോൾ അത് കിട്ടേണ്ടിയിട്ട് കുറച്ച് ലേറ്റായിന്. അപ്പോൾ അങ്ങനെ ഫോട്ടോ കൈമ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ രണ്ടാൾ നോക്കേണ്ടിയിട്ട് തിരക്കാന്ന്, അവരെ കാണാൻ രസമുണ്ടോ എങ്ങനെയാണെന്നുള്ളത് നോക്കേണ്ടിയിട്ട് തിരക്കാം.
അപ്പോൾ നമ്മളങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ചായ കുടിക്കാനിരുന്നത്. ഇവിടെ ഇങ്ങനെയാണല്ലോ ചായ കുടിക്കേണ്ടത്. അപ്പോൾ ഈ ബെഞ്ചൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നിലത്താട്ടായിരുന്നത്. അങ്ങനെ അതും കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഷോപ്പിലേക്ക് ഇറങ്ങി. ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്. പക്ഷേങ്കിൽ വാങ്ങാൻ നോക്കുമ്പോൾ ഒടുക്കത്തെ റേറ്റാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കാതിൽ ഞാൻ എടുക്കണമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ ഞാൻ എടുത്തില്ല കേട്ടോ. വേറൊരു കാതിലാണ് എടുത്തത്. ഒരുപാട് കളക്ഷൻസ് ഉണ്ട്, നല്ല അടിപൊളി കളക്ഷൻസാണ്. അപ്പോൾ അങ്ങനെ അതെല്ലാം നോക്കിയിട്ട് നമ്മളങ്ങനെ നടക്കലാണ്. വലിയ കാര്യമായിട്ടൊന്നും വാങ്ങിച്ചിട്ടില്ല. ഞാനൊരു കമ്മൽ മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. പിന്നെയെന്ന് വെച്ചാൽ ഇവിടെയുള്ള പകുതി കളിപ്പാട്ടം വീട്ടിലുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. അപ്പോൾ പിന്നെ ഒന്നും വാങ്ങിച്ചിട്ടില്ല. നേരെ നമ്മൾ എല്ലാം നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് നോക്കി ഒഴിവാക്കിയെന്നേ ഉള്ളൂ. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ചേച്ചി അത് അവിടെ നിന്ന് സെവനപ്പ് വാങ്ങുന്നുണ്ട്. നല്ല ദാഹം ഉണ്ടായിരുന്നു. അപ്പോൾ ചൂടുമല്ലേ. അപ്പോൾ നമ്മളൊരു 2 ബോട്ടിൽ സെവനപ്പ് വാങ്ങിയിട്ട് വണ്ടി ഇവിടെ തന്നെയാട്ടോ വെച്ച്. ഈ കയറുന്ന അവിടെ തന്നെ വണ്ടി വെക്കാനുള്ള സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ തന്നെയാട്ടോ വെച്ച്, റോഡ് സൈഡിൽ. അങ്ങനെ അതും വാങ്ങി നമ്മൾ നേരെ വണ്ടിയിൽ കയറിയേ. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് നീങ്ങുമ്പോഴത്തേക്ക് പിള്ളേർക്ക് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞിട്ട് കരഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഒരു ഷോപ്പിൽ നിർത്തിയിട്ട് നമ്മൾ 4 പേരും കൂടെ ഐസ്ക്രീമും കുടിച്ച് അച്ഛനും അമ്മയും കൂടെ ചായ കുടിക്കാൻ കയറിയിട്ടുണ്ട്. നമുക്ക് ചായ വേണ്ടാത്തതുകൊണ്ട് നമ്മൾ കുടിച്ചിട്ടുണ്ടായില്ല. പിന്നെ വെച്ച് കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിട്ടുണ്ടല്ലോ, നമ്മളങ്ങനെ അധികം ട്രിപ്പോ ദൂര യാത്രകളോ കാര്യങ്ങളോ ഒന്നും പോക്കില്ല കേട്ടോ. നമ്മളിങ്ങനെ 4 പേരും കൂടെ വണ്ടിയിൽ 6 പേരുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ ഓട്ടോറിക്ഷയിൽ എവിടെ അടുത്തെങ്കിലും എല്ലാവരും കൂടെ പോകുമ്പോൾ അതന്നെ കേട്ടോ നമ്മളെ ഹാപ്പിനെസ്. അപ്പോൾ അന്നേരം നല്ലൊരു ക്വാളിറ്റി ഫാമിലി ടൈം കിട്ടുന്ന പോലെ നമുക്ക് തോന്നലുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാം കഴിഞ്ഞ് എൻ്റെ വീട്ടിൽ ഇറക്കി വിട്ടിട്ടുണ്ട്. ഏച്ചൂർ ഇറക്കി വിട്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് പുതിയ കാര്യങ്ങളായിട്ട് കാണാം. അപ്പോൾ നമ്മളിതാ സഞ്ചിയും പിടിച്ചിട്ട് വീട്ടിലേക്ക് നടക്കലാണ്. അപ്പോൾ എല്ലാവർക്കും ഓക്കെ, ബൈ.